കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ അപ്പുപ്പൻ താടി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പാവം എലിക്കുട്ടന്റെ കഥയാണ്. ഒരിടത്ത് ഒരു കുഞ്ഞനെലി ഉണ്ടായിരുന്നു. ഒരു ദിവസം കുഞ്ഞനെലി നാടുകാണാനിറങ്ങി. കുറച്ചു സാഹസികത വേണമെന്ന തോന്നലാണ് കുറെ വർഷങ്ങളായി താമസിച്ചിരുന്ന തട്ടിൻപുറം വിട്ട് പുറത്തേക്കിറങ്ങാൻ എലിക്കുട്ടനെ പ്രേരിപ്പിച്ചത്. പലയിടത്തും കറങ്ങിത്തിരിഞ്ഞു. പലതും കണ്ടും കേട്ടും എലിക്കുട്ടൻ ആസ്വദിച്ചു. ഒടുവിൽ നടന്നു അവൻ ഒരു കുളത്തിന്റെ കരയിലെത്തി. കുളത്തിൽ താമസിച്ചിരുന്ന ഒരു തവള ഈ സമയം വെയിൽ കായാനായി കരയിൽ എത്തി. എലിക്കുട്ടനെ കണ്ടതും തവളക്ക് കൗതുകമായി. തവള എലിയുടെ അടുത്തു ചെന്ന് കുശലം ചോദിച്ചു. താൻ നാടുകാണാനിറങ്ങിയതാണെന്നും കുറെ കാഴ്ചകൾ കണ്ടു മടുത്തുവെന്നും എലിക്കുട്ടൻ തവളയോട് പറഞ്ഞു. കരയിലെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞെങ്കിൽ നീ എൻ്റെ കൂടെ പോരുന്നു. ഞാൻ ഈ കുളത്തിലെ കാഴ്ചകൾ കാണിക്കാം. തവള എലിക്കുട്ടനോട് ചോദിച്ചു. എലിക്കുട്ടന് അതൊരു രസകരമായ യാത്ര ആയിരിക്കുമല്ലോ എന്ന് തോന്നി. കുളത്തിലേക്കൊരു യാത്ര തീർച്ചയായും സാഹസികമായിരിക്കും. പക്ഷേ എലിക്കുട്ടന് നീന്തൽ അറിയില്ലായിരുന്നു. വെള്ളത്തിൽ വീണാൽ തന്റെ കാര്യം പോക്കാണെന്ന് എലിക്കുട്ടന് അറിയാം. അതുകൊണ്ട് അവൻ ഒന്നു മടിച്ചു. പക്ഷേ തവളയുണ്ടോ വിടുന്നു. തവള എലിക്കുട്ടനെ നിർബന്ധിച്ചു. എന്നിട്ട് ഒരു വള്ളിയെടുത്ത് തന്റെ കാലും എലിക്കുട്ടന്റെ വാലുമായി കൂട്ടിക്കെട്ടി. ഇനി നീ മുങ്ങിച്ചാകുകയില്ല. എന്തു വന്നാലും ഞാൻ നിന്നെ രക്ഷിച്ചു കൊള്ളാം. തവള പറഞ്ഞു. എന്നിട്ട് കുളത്തിലേക്ക് എടുത്ത് ചാടി എലിക്കുട്ടനെയും കൊണ്ട്. ആദ്യം വെള്ളത്തിലൂടെ തെന്നി പോകവേ എലിക്കുട്ടന് നല്ല രസം തോന്നി. എന്നാൽ കുറച്ചു കഴിഞ്ഞതും അവൻ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. എലിക്കുട്ടൻ തവളയോട് തനിക്ക് മതിയായെന്ന് വിളിച്ചു പറഞ്ഞു. എലിയുടെ പരാക്രമണം കണ്ട തവളക്ക് ഹരം കയറി. പാവം എലിക്കുട്ടൻ വെള്ളം കുടിച്ച് ചത്തു. ദുഷ്ടനായ തവള. എലിക്കുട്ടൻ ചത്തെന്നു മനസ്സിലായതോടെ കാലിലെ കെട്ടഴിക്കാനൊരുങ്ങി. അപ്പോഴാണ് ആകാശത്ത് വട്ടമിട്ടു പറക്കുകയായിരുന്ന ഒരു പരുന്ത് വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന എലിയെ കണ്ടത്. പരുന്ത് ഒരു കുതിപ്പിന് താഴെയെത്തി തന്റെ നഖങ്ങളിൽ എലിയെയും കോർത്തു പറന്നുയർന്നു. എലിയോടൊപ്പം തവളയും പരുന്തിൻ കാലിൽ മുകളിലേക്ക് ഉയർന്നു. തവളക്ക് തന്റെ കാലിലെ കെട്ടഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ എലിയെ ചതിച്ചുകൊന്ന തവളയും പരുന്തിന് ആഹാരമായി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ നമ്മുടെ ഈ ചെറിയ കഥ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇങ്ങനെയുള്ള കഥകൾ കാണാനായി എന്റെ എല്ലാ കൂട്ടുകാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബൈ.